ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മാത്സ് സബ്ജക്റ്റിൽ വരുന്ന 4ാം ക്ലാസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. സോ നമുക്ക് ചോദ്യം നോക്കാം. A part of the calendar for the month of October 2023 is given below. Complete the missing dates in calendar. ഇവിടെ 2023 ഒക്ടോബർ മാസത്തെ കലണ്ടറാണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ കുറച്ച് ഡേറ്റ്സുകൾ എന്താണ് മിസ്സാണ്. നിങ്ങൾക്ക് 26 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ബാക്കി എങ്ങനെ കണ്ടുപിടിക്കാം? 26ൻ്റെ തൊട്ടു മുകളിലത്തെ നമ്പർ എന്ന് പറയുന്നത്, മിസ്സായിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 26നോട് 7 കുറച്ചാൽ മതി. 26നോട് 7 ദിവസം കുറച്ചാലാണ് തൊട്ട് മുകളിലത്തെ ഡേറ്റ് കിട്ടുക. അതായത് 26 - 7 എത്രയാണ്? നമുക്ക് 19 എന്ന് കിട്ടി. ഇനി 19ൻ്റെ തൊട്ട് മുകളിലത്തെ നമ്പർ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്താൽ മതി? 19 - 7 ചെയ്താൽ മതി. നമുക്ക് 12 എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് കണ്ടെത്താൻ എളുപ്പമാണ്. 12ൻ്റെ തൊട്ട് ബേക്കിൽ ആദ്യമായി 11 വരും. 12 കഴിഞ്ഞിട്ട് 13. 19ൻ്റെ ബേക്കിലായിട്ട് 18 വരും. 19 കഴിഞ്ഞിട്ട് 20 വരും. 26ൻ്റെ തൊട്ട് ബേക്കിൽ 25 വരും. 26 കഴിഞ്ഞിട്ട് 27 വരും. സിമ്പിളായിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 26 തന്നിട്ട് തൊട്ട് മുകളിലത്തത് കാണാൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ 7 കുറച്ചത്. ഇനി നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് 19 മാത്രമാണ് തന്നത്, 19ൻ്റെ താഴെയുള്ളത് കാണണം എന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 19നോട് 7 കൂട്ടുകയാണ് വേണ്ടത് താഴത്തെ കോളത്തിലുള്ളത് കാണാൻ വേണ്ടിയിട്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ? 19നോട് 7 കൂട്ടുമ്പോഴല്ലേ 26 എന്ന് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഒരു സംഖ്യ തന്നിട്ട്, ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ താഴെയുള്ളതാണ് എഴുതാൻ പറഞ്ഞതെങ്കിൽ 7 കൂട്ടുക, മുകളിലുള്ളതാണെങ്കിൽ 7 കുറയ്ക്കുക. പിന്നെ ബേക്കിലും മുമ്പിലുള്ളത് എഴുതാൻ എളുപ്പമാണല്ലോ. ബേക്കിലുള്ളത് ഒരു നമ്പർ കുറച്ച് എഴുതിയാലും മതി, മുൻപിലുള്ളത് ഒരു നമ്പർ കൂട്ടിയിട്ട് എഴുതിയാലും മതി. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ 2096 എന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. നമ്മളടുത്ത് ചോദിച്ചത് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് യു ക്യാൻ റെപ്രസെൻറ്റ്. ഈ ഒരു സംഖ്യയിലുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏറ്റവും വലിയ നമ്പറും ഏറ്റവും ചെറിയ നമ്പറും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിലെ ഏറ്റവും വലിയ നമ്പർ, ലാർജ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ ഏതാണ് ഏറ്റവും വലുത്? 2 ആണോ, 0 ആണോ, 9 ആണോ, 6 ആണോ? 9 ആണല്ലേ. സോ നിങ്ങൾ 9നെ എടുത്ത് എഴുതുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വലുത് ഏതാണ്? 6. 6നെ എഴുതുക. പിന്നെ 2 ആണ്, 2 എഴുതുക. പിന്നെയാണ് 0. ഇപ്പോൾ നിങ്ങൾക്കൊരു 4 ഡിജിറ്റ് നമ്പർ കിട്ടിയില്ലേ? 9602 എന്ന് പറഞ്ഞൊരു നമ്പർ കിട്ടി. ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചില്ലേ? ഇനി സ്മോൾ നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഏറ്റവും വലിയ നമ്പേഴ്സ് അല്ലേ ഇവിടെ എഴുതിയത്, ഇതേപോലെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ഓരോ നമ്പേഴ്സ് താഴേക്ക് എടുത്ത് എഴുതുക. സോ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറുതേതാണ്? 0 ആണല്ലേ. പക്ഷേ നിങ്ങൾ അവിടെ തെറ്റിക്കരുത്, 0 എന്ന് ആദ്യം എഴുതിയത്. 0 അല്ലാത്ത ഏറ്റവും ചെറുതേതാണ്? 2 ആണ്. സോ നിങ്ങൾ 2 എന്ന് എഴുതുക. എന്നിട്ട് 0 എഴുതുക. എന്നിട്ട് പിന്നെ ചെറുതേതാണ്? 6 ആണ്. പിന്നെയാണ് 9. സോ നമുക്ക് എന്ത് കിട്ടി? 2069 എന്ന് കിട്ടിയില്ലേ? ഇതാണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഏറ്റവും ചെറുത് എഴുതാൻ പറയുമ്പോൾ ഫസ്റ്റിൽ 0 എഴുതരുത്, രണ്ടാമതേ 0 എഴുതാൻ പറ്റുള്ളൂ. ആദ്യം നിങ്ങൾ 0 അല്ലാതെ ഏതാണോ ചെറുത് വരുന്നത് അതാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ 0 എഴുതണം. ഓക്കെ. സോ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.